തിരികെ വാർത്തകളിലേക്ക്. നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയുടെ ഭൗതിക ശരീരം തിരുവനന്തപുരത്തെ വീട്ടിലെത്തിച്ചു. പൂജപ്പുര മുടവൻമുകളിലെ വീട്ടിൽ പൊതുദർശനം തുടരുകയാണ്. അന്ത്യോപചാരം അർപ്പിക്കാൻ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേരാണ് എത്തുന്നത്. വൈകിട്ട് 4 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. വിവരങ്ങൾ MS വീണ അവിടെ നിന്ന് നൽകും. വീണ, ഈ ഭൗതികദേഹം ഇന്നലെ രാത്രിയാണോ വീട്ടിലെത്തിച്ചത്? ഒപ്പം എത്രത്തോളം വലിയ തിരക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട്? സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇന്നലെ കൊച്ചിയിൽ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തുന്നുണ്ടായിരുന്നു. ഇപ്പോഴാ വീട്ടിലെ സാഹചര്യം എന്താണ്? ഗൗതം, ഇന്ന് രാവിലെ 5 മണിയോടുകൂടിയാണ് മോഹൻലാലിൻ്റെ മാതാവ് അന്തരിച്ച ശാന്തകുമാരിയുടെ മൃതദേഹം തിരുവനന്തപുരം പൂജപ്പുരയിലെ മുടവൻമുകളിലെ വീട്ടിലേക്ക് എത്തിച്ചത്. രാവിലെ എത്തിച്ചതിന് ശേഷം അരമണിക്കൂറിൽ അതുമായി ബന്ധപ്പെട്ട സജ്ജീകരണങ്ങളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം പൊതുദർശനം ആരംഭിച്ചിരുന്നു. നിരവധി പേരാണ് പൊതുദർശന ചടങ്ങ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവസാനമായി അമ്മയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കുവാൻ സിനിമാ രംഗത്ത് നിന്നുള്ളവർ മാത്രമല്ല, നാട്ടുകാരും ബന്ധുക്കളും അടക്കം നിരവധി പേർ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം എത്തുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ വലിയൊരു തിരക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാട്ടുകാരടക്കം നിരവധി പേർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. 5 മണിയോടുകൂടിയാണ് എത്തിയിട്ടുള്ളത്. നടൻ മോഹൻലാൽ അമ്മയ്ക്കൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ സിനിമാ രംഗത്തെ പ്രമുഖരായിട്ടുള്ള ജഗദീഷ്, അതുപോലെ തന്നെ സുരേഷ് കൃഷ്ണ, നിർമ്മാതാവായ സുരേഷ് കുമാർ, മേനക സുരേഷ്, പ്രകാശ് വർമ്മ തുടങ്ങിയവരും അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം കടുത്തൊരു നഷ്ടത്തിലാണ്, തീരാവേദനയിലാണ് ഈ ഒരു കുടുംബവും ഈ ഒരു പ്രദേശത്തുള്ള നിരവധി പേരും ഉള്ളത് എന്നുള്ളത്. അമ്മയെ അവസാനമായി കാണാൻ ബന്ധുക്കളും മുറ്റവരും അടക്കം എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ കൊച്ചിയിലെ പൊതുദർശനത്തിലും കൊച്ചിയിലെ വീട്ടിൽ നടന്ന പൊതുദർശനത്തിലും നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരുന്നത്. ഏറെ നാളായി രോഗബാധിതയായി ചികിത്സയിലായിരുന്നു ശാന്തകുമാരി അമ്മ. കൊച്ചിയിൽ തന്നെയായിരുന്നു ചികിത്സ. ഏറെക്കാലമായി ചികിത്സയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലായിരുന്നു കുടുംബവും മോഹൻലാലും ഒക്കെ ഉണ്ടായിരുന്നത്. 12 വർഷത്തോളമായി പക്ഷാഘാതം ബാധിച്ച് ചികിത്സയിലായിരുന്നു ശാന്തകുമാരി. തുടർന്ന് മരണം സംഭവിച്ചതിന് ശേഷം ഈ വീട്ടിലാണ്, അതായത് തിരുവനന്തപുരം മുടവൻമുകളിലെ ഹിൽ വ്യൂവിലുള്ള ഈ ഒരു വീട്ടിലാണ് മറ്റു കുടുംബാംഗങ്ങളുടെ ചടങ്ങുകളൊക്കെ, ശവസംസ്കാര ചടങ്ങുകളൊക്കെ നടത്തിയിട്ടുള്ളത്. അവർ അന്തി ഉറങ്ങുന്നത് ഇവിടെയാണ്. അവർക്കൊപ്പം തന്നെയാണ് അമ്മയ്ക്കുള്ള കാര്യങ്ങളൊക്കെ, സംസ്കാര ചടങ്ങുകളും ഇവിടെ ചെയ്യുന്നതിനുള്ള അമ്മയ്ക്കുള്ള അവസാന യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അച്ഛൻ വിശ്വനാഥൻ നായർ, അതുപോലെ തന്നെ സഹോദരൻ പ്യാരിലാൽ എന്നിവരെയും തിരുവനന്തപുരത്തെ ഈ കുടുംബ വീട്ടിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവിടെ തന്നെയാണ് അമ്മ ശാന്തകുമാരിക്കും അന്ത്യനിദ്രയ്ക്കായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 5 മണിയോടുകൂടി ആണ് തിരുവനന്തപുരത്തെ വീട്ടിൽ മൃതദേഹം എത്തിച്ചത്. സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവരും ഉൾപ്പെടെ നിരവധി പേർ എത്തുന്നുണ്ട്. ഒപ്പം തന്നെ സിനിമാ രംഗത്തുള്ളവർ, അണിയറ പ്രവർത്തകർ, സഹപ്രവർത്തകർ, നാട്ടുകാർ അടക്കമുള്ളവർ എത്തുന്നുണ്ട്. അതായത് കുടുംബ വീടാണ്. ഇവിടെയാണ് വർഷങ്ങളോളം അവർ താമസിച്ചത് ഇവിടെയാണ്. മോഹൻലാലിൻ്റെ കൗമാരവും യൗവനവും വിദ്യാഭ്യാസവും അടക്കം എല്ലാം ഈ ഒരു വീട്ടിലും നാട്ടുകാർക്കുമൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഈ നാട്ടിനെ ചുറ്റിപ്പറ്റിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അമ്മയടക്കം നാട്ടുകാരുമായി സഹകരിക്കുന്നത്, ഈ നാട്ടിലായിരുന്നതിന് തന്നെ പൊതുവെ ഈ നാട്ടുകാരുമായി സഹകരിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ അമ്മയുടെ വിയോഗ വാർത്ത അറിഞ്ഞ് നിരവധി പേരാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ മരണവാർത്ത അറിഞ്ഞതിന് ശേഷവും മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം രാവിലെയും രാത്രിയുമായി നിരവധി പേർ ഇവിടേക്ക് എത്തുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ആരാധകരടക്കം പ്രിയപ്പെട്ട മോഹൻലാലിൻ്റെ, പ്രിയപ്പെട്ട നടൻ്റെ അമ്മയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കുവാൻ, അവസാനമായി ഒരു നോക്ക് കാണുവാനായിട്ട് എത്തിയവരുണ്ട്. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം സിനിമകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അമ്മയും മകനും തമ്മിലുള്ള സിനിമകളൊക്കെ വളരെ വൈകാരികപരമായിട്ടാണ് അഭ്രപാളികളിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് മോഹൻലാലിന് അമ്മയുമായിട്ടുള്ള ആത്മബന്ധം. ചില കഥാപാത്രങ്ങൾ, അതായത് വൈകാരികതയോടുകൂടി ദുരന്തമായി അവസാനിക്കുന്ന ചില കഥാപാത്രങ്ങൾ മോഹൻലാൽ ചിത്രങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത്തരം ചിത്രങ്ങളൊക്കെ അമ്മ ശാന്തകുമാരി കണ്ടിട്ടില്ല എന്നുള്ള കാര്യവും മോഹൻലാൽ ഇതിനു മുമ്പ് തന്നെ പല അഭിമുഖങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട്. അമ്മയെക്കുറിച്ചുള്ള, അമ്മ ചികിത്സയിലാണ്, അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കുമ്പോൾ പോലും പലപ്പോഴും വൈകാരികമായി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ആ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അമ്മയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ
ആത്മബന്ധവും അടുപ്പവുമൊക്കെ കഴിഞ്ഞ വർഷത്തെ അമ്മയുടെ ജന്മദിനത്തിൽ ആ ജന്മദിനത്തിൽ വലിയ ആഘോഷത്തോടു കൂടിയാണ് കൊച്ചിയിൽ നടന്നത്. ഏറെ നാളിന് ശേഷം മോഹൻലാലിൻ്റെ അമ്മയെ കണ്ടത്, അത് പ്രേക്ഷകരടക്കം കണ്ടത് ആ സമയത്തായിരുന്നു. ആ ചിത്രങ്ങളടക്കം വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു. അണിയറ പ്രവർത്തകരടക്കം അമ്മ ചികിത്സയിലാണെന്ന് അറിഞ്ഞതിന് ശേഷം മോഹൻലാലുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നുമൊക്കെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിച്ചറിയുമായിരുന്നു. അമ്മയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്, ചികിത്സയൊക്കെ എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ ഈ തിരക്കിനിടയിലും കൃത്യമായി തന്നെ അദ്ദേഹം നിരീക്ഷിക്കാറുണ്ടെന്ന്, ആ കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹം പ്രാധാന്യം നൽകിയിട്ടുമുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തെ വീട്ടിൽ പ്രമുഖ സിനിമാ താരങ്ങളടക്കം ഒരുപാട് പേർ അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ എത്തിയിട്ടുണ്ട്. വൈകിട്ട് 4 മണിക്കാണ് സംസ്കാര ചടങ്ങ് നടക്കുക. ഈ ആദ്യ മണിക്കൂറുകളിൽ തന്നെ വലിയ തരത്തിലുള്ള തിരക്കാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ പരിസരത്ത് കാണാൻ സാധിക്കുന്നത്. പൊതുദർശനം കഴിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു നോക്ക് കണ്ടതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ തയ്യാറാകാതെ നിൽക്കുന്ന നിരവധി പേരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ കുടുംബത്തോടുള്ള സ്നേഹം, മോഹൻലാൽ എന്ന നടനോടുള്ള സ്നേഹം, തൻ്റെ ഒരു വീട്ടിലെ ഒരു ബന്ധു, ഒരു സഹോദരൻ, ഒരു ഏറ്റവും പ്രധാനപ്പെട്ടയാളെന്ന രീതിയിലാണ് മലയാള സിനിമാ ലോകവും പ്രേക്ഷകരുമൊക്കെ അദ്ദേഹത്തെ കാണുന്നത്. ആ അദ്ദേഹത്തിനുണ്ടായ ഒരു വേദനയിൽ തിരുവനന്തപുരത്തുകാർ മാത്രമല്ല മലയാളികളൊപ്പം ഉള്ളവരും ഒപ്പം ചേരുന്നു എന്നുള്ളതാണ്. വൈകിട്ട് 4 മണിക്കാണ് സംസ്കാര ചടങ്ങ് നടക്കുക. ഗൗതം. ഓക്കെ വീണ, മോഹൻലാലിൻ്റെ മാതാവ് ശാന്തകുമാരി അമ്മയുടെ വേർപാട് ഇന്നലെയാണ് സംഭവിച്ചത്. ഇന്നലെ കൊച്ചിയിലായിരുന്നു അന്ത്യം. ഇന്ന് കാലത്ത് ഭൗതികദേഹം തിരുവനന്തപുരത്തെ വീട്ടിൽ എത്തിച്ചിട്ടുണ്ട്. വൈകിട്ട് 5 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കും. വീണയാണ് വീട്ടിൽ നിന്നും ചേർന്നത്.